അടുത്തത് നമുക്ക് പറയാനുള്ള ചിങ്ങക്കൂറുകാരെ കുറിച്ചാണ്. ചിങ്ങക്കൂറുകാർക്ക് ഇവിടെ തന്നെ പറയുകയാണെങ്കിൽ തന്നെ 7-ാം ഭാവത്തിൽ നിന്ന് 8-ാം ഭാവത്തിലേക്ക് ശനി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് പറയുന്നത്. കണ്ടകശനി കഴിഞ്ഞ് 8ലേക്ക് പോകുന്ന സമയം എന്ന് പറയും. അഷ്ടമസ്ഥാനാണ്, അഷ്ടമശനിയാണ്. അപ്പോൾ അഷ്ടമം എന്ന് പറഞ്ഞാൽ തന്നെ അതികഷ്ടോഷ്ടമ എന്ന് പറയും. ഇങ്ങനെ വന്നാൽ രോഗദുരിതങ്ങൾ ഉണ്ടാവുക, രോഗങ്ങളെ കൊണ്ട് ദുരിതങ്ങൾ സംഭവിക്കുകയും അനുഭവിക്കുക, ധനനഷ്ടങ്ങൾ ഉണ്ടാവുക, കൊടുത്ത പണമോ വാങ്ങിയ പണമോ നമ്മൾക്ക് തിരിച്ച് കിട്ടാതിരിക്കുക, അത് സംബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ വന്നു ചേരുക, ബന്ധുക്കളുമായിട്ട് കലഹിച്ച് പിരിയേണ്ടതായൊരു യോഗം വരിക, നാൽക്കാലികൾക്ക് നാശങ്ങൾ സംഭവിക്കുക, സന്താനങ്ങൾക്ക് രോഗങ്ങൾ വന്നു ചേരുക, അന്യർക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നത് മൂലം കടം വന്നു ചേരുന്നൊരു കാലഘട്ടമായിരിക്കും. സുഹൃത്തുക്കൾ തമ്മിൽ കലഹിച്ച് പിരിയുകയും ചെയ്യും. വേണ്ടാത്ത സ്വഭാവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും. അതായത് പറയുകയാണെങ്കിൽ തന്നെ പുകവലി, മദ്യപാനം, സ്ത്രീ സംസർഗം അല്ലെങ്കിൽ അന്യപുരുഷ ബന്ധം, ഇങ്ങനെയൊക്കെയുള്ളതായ പ്രശ്നങ്ങൾ വരും എന്നാണ് പറയുക. ഇതുമൂലം തന്നെ നിങ്ങളുടെ സർവ്വ ഐശ്വര്യങ്ങളും നഷ്ടപ്പെടും. ഭാഗ്യനഷ്ടങ്ങൾക്കും കാര്യങ്ങൾക്ക് വിഘ്നവും സംഭവിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. ജനനേന്ദ്രിയ രോഗങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കൂടി ഉണ്ട്. തസ്കര ഭയം, ധനനാശങ്ങൾ, ഗവൺമെൻറ്റുമായി പ്രശ്നങ്ങൾ, കോടതി കേസ് പ്രതികൂലമാവുകയും നിങ്ങൾക്ക് വീട്ടിൽ നിന്നും വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടുവാനും, ഫയലോ അല്ലെങ്കിൽ നമ്മുടെ ധനമോ അല്ലെങ്കിൽ ധനസംബന്ധപ്പെട്ടോ ഉള്ളതായ കാര്യങ്ങൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യതകൾ കൂടി നമുക്ക് എടുത്തു പറയേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് പറയാം. അതുപോലെ നമ്മുടെ ഒരു സ്വന്തം അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ളവരുമായിട്ട് ശത്രുദോഷങ്ങളായിട്ട് മാറുകയും ശത്രുക്കളായിട്ട് വരികയും അതുമൂലം തന്നെ ദാമ്പത്യം, തൊഴിൽ എന്നിവയിലെല്ലാം പല വിധത്തിലുള്ള പ്രയാസങ്ങളും വന്നു ചേരും എന്നാണ് പറയുക. മരണം തോന്നുന്ന തരത്തിൽ രോഗം വന്നു ചേരും എന്നുള്ളതും കൂടിയും പറയാം. വീട് മോടി പിടിപ്പിക്കുന്നതിനും നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത, മടി, ക്ഷീണം വരുന്ന ഒരു കാലഘട്ടമാണ്. അത് പരീക്ഷാദികളിൽ വിജയ സാധ്യതകൾ കുറയ്ക്കുന്ന ഒരു കാലഘട്ടമാണ്. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് വളരെ പ്രയാസപ്പെടേണ്ടതായി വരും. ജോലി ലഭിക്കുന്നതിനും പല പരീക്ഷാദികളിലും വിജയങ്ങൾ കുറയുന്നതായിരിക്കും. ജോലിയിൽ ഉള്ളവർക്ക് പല വിധത്തിലുള്ളതായ പ്രശ്നങ്ങളും മനപ്രയാസങ്ങളും ഉണ്ടാകും. തൊഴിലിൽ ലാഭം കുറയുന്നതായിരിക്കും. പുതിയ തൊഴിൽ ചെയ്യുന്നത് ജാതകം നോക്കി ആരംഭിക്കുക. വിവാഹത്തിന് വളരെ അനുകൂലമായി കാണുന്നു. അതിനാൽ തന്നെ വിവാഹ തടസ്സം മാറിക്കിട്ടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട പങ്കാളിയുമായി വിവാഹം നടക്കും എന്നുള്ളതാണ് പറയുക. സന്തതികൾക്കും അതേപോലെ തന്നെ സന്താനങ്ങൾക്കും പുതിയ വിവാഹത്തിന് അനുകൂലമായ ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നു. സ്ത്രീകൾക്ക് ഉദര സംബന്ധമായ രോഗങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പുരുഷന്മാർക്കാണെങ്കിൽ കാൽ സംബന്ധപ്പെട്ട വ്യാധിയും ഉണ്ടാകും എന്നാണ് പറയുക. ബുദ്ധിഭ്രമം, അംഗനാശം, വാഹനങ്ങൾ മാറ്റി വാങ്ങുന്നത് അനുകൂലമായ കാലഘട്ടമല്ല. വാഹനങ്ങൾ ഓടിക്കുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അപകട സാധ്യതകൾ ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത്. കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായ ഒരു സമയമാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് എടുത്തു പറയേണ്ടതായ മറ്റൊരു കാര്യം. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.